കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുത്തിരിക്കുന്നത്. ഈ കേരളത്തിലല്ലാതെ ഏത് പാവങ്ങൾക്കാണ് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്രയധികം പട്ടയം കൊടുത്തതെന്നൊന്ന് വെല്ലുവിളിച്ച് ഞങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്, കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ട് കോഴി ഫോം നടത്താന്ന് പറഞ്ഞതാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി ഇന്നെന്താണ്? ആരോഗ്യ മേഖലയിൽ ഇവിടെ ഈ തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നാണ് ആരോഗ്യമേഖല. ഇന്ന് ആ ആരോഗ്യ മേഖലയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബെൻസുകാരന് ആൾക്കാർ വന്നിറങ്ങി മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതാണ് ആരോഗ്യ കേന്ദ്രം. ഇന്ന് വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും റോഡ്, മനോരമ, മാതൃഭൂമി ചാനലുകൾ എല്ലാ റോഡുകളെയും കുറിച്ച് കാണിക്കാറുണ്ട്. ഗട്ടറാണ്, വീട് മരിച്ചുപോയി എന്നൊക്കെ. ഏതെങ്കിലും ഒരു റോഡ് ചീത്തയായി കിടക്കുന്നു പറഞ്ഞാൽ ഇപ്പൊ മൊട്ടയടിക്കാൻ ഞാൻ ഇപ്പൊ ഏറ്റെടുക്ക് വലിയ വെല്ലുവിളിയാ. ചേട്ടൻ പൊട്ടടിക്കണ്ട. സംഭവം റോഡൊക്കെ മോശമാണ്. മട്ടാഞ്ചേരിയിൽ റോഡ് ഞാൻ ഇന്ന് കണ്ടു. അവിടെ മോശമാ. മട്ടാഞ്ചേരിയിൽ ഏറ്റവും മികച്ച റോഡ് കേരളത്തിലെ റോഡുകളെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ദൂരെ ഒന്നും യാത്ര ചെയ്യാത്ത ആളാണെന്ന് മനസ്സിലായി. എന്തെങ്കിലും ആവട്ടെ, ഈ PSC യെ കുറിച്ച് പറയാൻ LDF നല്ല യോഗ്യതയുണ്ട്. കാരണം PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കിൽ വന്നത് SFIയുടെ നേതാവായിരുന്നു, കുത്തുകേസിലെ പ്രതി. കേസ് പറയട്ടെ, അല്ല ഞാനൊന്ന് പറയട്ടെ. ഇനി ഇവര് വലിയ യോഗ്യത പറയുന്നല്ലോ. PSC നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് എന്തുകൊണ്ട് പട്ടിണി സമരവും മുട്ടിലടഞ്ഞ സമരവും സെക്രട്ടേറിയറ്റിന് പുറത്ത് നടത്തുന്നത്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PSC നിയമനം ചർച്ചയാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്ന് എനിക്കറിയാം. കണക്ക് വെച്ച് നോക്കിയാൽ കേരളം മുന്നിലാണ്. പോട്ടെ, രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പൂർത്തിയാകട്ടെ. ഇവിടെ ഇവര് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറഞ്ഞല്ലോ. സ്കൂളിനകത്ത് ക്ലാസ്സിനകത്ത് പാമ്പ് കടിയേറ്റ ഒരു കുട്ടി മരിച്ചത് കേരളത്തിലാ. ഇവിടെ 5 സ്റ്റാർ സമാനം എന്ന് പറഞ്ഞ സ്കൂളുകളിലാണ് ഉച്ചക്കഞ്ഞിക്ക് പണത്തിന് കാശില്ലാതെ ഹെഡ് മാസ്റ്റർമാര് അടുത്ത പറമ്പിലെ കപ്പങ്ങ പറിക്കാൻ പോകുന്നത്. 500 അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം വേണ്ടെന്ന് പറയുന്നത്. അത് ഇവര് മറുപടി പറയണ്ടേ? ആ ഒരു വനിതാ സുഹൃത്ത് ചോദിച്ചല്ലോ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ തൊഴുത്ത്. ഇതൊക്കെ വർഷങ്ങൾ മുമ്പുള്ള കാര്യം. ഞാൻ പറഞ്ഞോട്ടെ, VD സതീശന് ഒരു പ്രയോജനമില്ലാതെ 35 സ്റ്റാഫും ആ VD സതീശൻ താമസിക്കുന്ന സ്ഥലത്തിന് കഴിഞ്ഞ മാസം കൊടുത്തത് 40 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞേക്ക്, കടത്തിന്റെ കാര്യത്തിൽ യാഥാർത്ഥ്യമാണ് വേണ്ടത്. കടക്കണിയിലാക്കിയ പിണറായി വിജയൻ കടത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ കേരളം 1ാമതോ 2ാമതൊന്നും അല്ലല്ലോ, 9ാം സ്ഥാനത്താണ്. കടത്തിൽ കേരളത്തെക്കാൾ കടമുള്ള 8 സംസ്ഥാനമുണ്ട്. കടം അടുത്ത കാലത്ത് കൂടിയത് വെച്ച് നോക്കിയാൽ ഈ കേരളത്തിൽ വലിയ തരത്തിൽ കടത്തിന്റെ വ്യത്യാസമില്ല. ഈ UDPA ഗവൺമെന്റ്, ഞാൻ പറയട്ടെ, NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ NDA ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2014 ഈ രാജ്യത്തിന്റെ കടം 55 ലക്ഷം കോടിയാണ്. ഇന്നലെ വന്ന കണക്ക് 205 ലക്ഷം കോടി, 4 ഇരട്ടിയായി കടം മാറി ഈ രാജ്യത്തിന്റെ കടം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വലിയ കടമൊന്നുമല്ല. ഒറ്റ പ്രശ്നം, കഴിഞ്ഞ വർഷം കിട്ടിയതിൽ നിന്ന് ഈ വർഷം നമുക്ക് വന്ന കുറവ്, ആ ഒറ്റ പ്രശ്നമുള്ളൂ. ആ കുറവില്ലായിരുന്നെങ്കിൽ 11 ലക്ഷം കോടി രൂപ, ഈ 11,000 കോടി രൂപ ഈ സംസ്ഥാന ഖജനാവിൽ ലാഭം വരുമായിരുന്നു. മറുപടി എന്താ ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. തോമസ് ഐസക് പറഞ്ഞ 5100 കോടി രൂപയെന്ന ഇവരുടെ ഓരോ നേതാക്കന്മാരും ഓരോ കോടികളാണ് പറയുന്നത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല അവർ പറയുന്ന കോടികൾ ഈ ഓണം ആവുമ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ കോടി മേടിച്ച് കൈപ്പിടിച്ച് കണക്ക് പറയാം. അതാ ഇപ്പം നടക്കാൻ സാധ്യതയുള്ളൂ. കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരള ധനകാര്യമന്ത്രിയും സംസാരിക്കുമ്പോൾ ഇവരെ രണ്ടുപേരും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക് സത്യം നിങ്ങൾ അങ്ങനെ പറയില്ല. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ഇത് പറഞ്ഞല്ലോ VD സതീശന്റെ സ്റ്റാഫ് പ്രയോജനകരമല്ലാത്ത സ്റ്റാഫാണെന്നൊക്കെ പറഞ്ഞു. പിണറായി വിജയന്റെ എത്ര സ്റ്റാഫ് പ്രയോജനകരമായിട്ടുള്ളതുണ്ട്? വ്യാജ PhD നേടിച്ച ആളുകൾ ഉൾപ്പെടെ പിണറായി വിജയന്റെ സ്റ്റാഫിലുണ്ട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇനി നിങ്ങൾ ആരോഗ്യ രംഗത്തെ കുറിച്ച് അഭിമാനിക്കുന്നു. ആരോഗ്യ രംഗം ഇത്ര അഭിമാനകരമായിട്ടാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ എന്തിനാ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് അമേരിക്കയിൽ പോയി, ഇവർ ഒരുപാട് വെറുക്കുന്ന അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തത്? ഈ ആരോഗ്യ രംഗത്തെ കുറിച്ച് ഇവർ പറയുമ്പോൾ തന്നെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ മഹാരാഷ്ട്ര 12.5 അല്ല പഴയതല്ല പറയുന്നത്, 12.5 കോടി ജനങ്ങളുള്ള മഹാരാഷ്ട്ര കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവർ അന്നേരം PPE കിറ്റിന്റെയും മറ്റേ മാസ്കിന്റെയും മറവിൽ അഴിമതി നടത്താൻ പോയിരിക്കുന്നു. ഇവർ കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്തിട്ടാണ് കാറിൽ വന്ന് വാങ്ങിയ മേന്മ നിങ്ങൾ പറയുന്നത്. കാലാവധി കഴിഞ്ഞ മരുന്ന് വിതരണം ചെയ്ത